ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ടെക്സ് ആൻഡ് ക്വിസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എല്ലാവർക്കും ആദ്യം തന്നെ ഓണാശംസകൾ നേരുന്നു. ഓണത്തോടനുബന്ധിച്ച് ക്വിസ് മത്സരങ്ങൾ ഉറപ്പായും ചോദിക്കാവുന്ന ചില ചോദ്യോത്തരങ്ങളുമായിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാ സംഘ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതിന് തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായ വീഡിയോസ് കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഒട്ടും വൈകണ്ട വീഡിയോയിലേക്ക് കിടക്കാം. ഓണം കേരളത്തിന്റെ ദേശീയ ഉത്സവം ആക്കിയ വർഷം എപ്പോഴാണ്? ആൻസർ 1961. മഹാബലിയുടെ പിതാവിന്റെ പേര് എന്താണ്? ആൻസർ വിരോചനൻ. മഹാബലി എന്ന വാക്കിനർത്ഥം എന്താണ്? ആൻസർ വലിയ ത്യാഗം ചെയ്തവൻ. മഹാബലിയുടെ യഥാർത്ഥ പേര് എന്താണ്? ആൻസർ ഇന്ദ്രസേനൻ. അത്തം മുതൽ ഉത്രാടം വരെയുള്ള പൂക്കളങ്ങളിൽ ഒരു ദിവസം ചതുരത്തിലാണ് പൂക്കളമിടുന്നത്. ഏതു നാളിലാണ്? ആൻസർ മൂലം നാളിൽ. മഹാബലിയുടെ പത്നിയുടെ പേര് എന്താണ്? ആൻസർ വിന്ധ്യാവലി. ഏത് നാൾ മുതലാണ് ചെമ്പരത്തിപ്പൂവിന് പൂക്കളത്തിൽ സ്ഥാനമുള്ളത്? ആൻസർ ചോതിനാൾ മുതൽ. തമിഴകത്ത് ഓണം ആഘോഷിച്ചതായി പറയുന്ന സംഘകാലാകൃതി ഏതാണ്? ആൻസർ മധുരൈ കാഞ്ചി. വാമനനായി അവതാരമെടുത്ത മഹാവിഷ്ണു ഭിക്ഷയായി 3 അടി മണ്ണ് ആവശ്യപ്പെട്ടപ്പോൾ ആരാണ് മഹാബലിയെ അത് നൽകുന്നതിൽ നിന്നും പിന്തിരിപ്പിച്ചത്? ആൻസർ അസുര ഗുരുവായ ശുക്രാചാര്യർ. സംഘകൃതികളിൽ ഓണം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ ഇന്ദ്രവിഴ. ഓണപ്പൂവ് എന്ന വിശേഷണമുള്ള പൂവ് ഏതാണ്? ആൻസർ കാശിത്തുമ്പ. മഹാബലിപുരം എന്ന വിനോദസഞ്ചാര കേന്ദ്രം എവിടെയാണ്? ആൻസർ തമിഴ്നാട്. തിരുവോണത്തിന്റെ തലേ ദിവസം ഏതു നാളാണ്? ആൻസർ ഉത്രാടം. ഓണപ്പൂക്കൾ പറിച്ചില്ലേ നീ ഓണക്കോടി ഉടുത്തില്ലേ. ഓണത്തെക്കുറിച്ചുള്ള ഈ കവിതയുടെ രചയിതാവ് ആരാണ്? ആൻസർ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. ഓണം കേറാമൂല എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ്? ആൻസർ കുഗ്രാമം. ഓണപ്പാട്ടുകാർക്ക് എന്ന കവിത എഴുതിയത് ആരാണ്? ആൻസർ വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. രണ്ടാം ഓണം മറ്റൊരു പേരിലും അറിയപ്പെടുന്നു. ഏതു പേരിൽ? ആൻസർ അമ്മായി ഓണം. നാലാം ഓണം ഏതു മഹാത്മാവിന്റെ ജന്മദിനമാണ്? ആൻസർ ശ്രീനാരായണ ഗുരു. ഏത് നാൾ ആണ് പൂക്കളം പരമാവധി വലിപ്പത്തിൽ ഇടേണ്ടത്? ആൻസർ ഉത്രാടനാളിൽ.
മഹാബലി നർമ്മദാ നദിയുടെ വടക്കേ കരയിൽ എവിടെയാണ് യാഗം നടത്തിയിരുന്നത്? ആൻസർ ഭൃഗുകച്ചം എന്ന സ്ഥലത്ത്. മഹാബലിയുടെ പുത്രന്റെ പേര് എന്താണ്? ആൻസർ ബാണാസുരൻ. വാമനാവതാരം സംഭവിച്ചത് ഏതു യുഗത്തിലാണ്? ആൻസർ ത്രേതായുഗത്തിൽ. മഹാബലി ഏത് യാഗം ചെയ്യവെയാണ് വാമനനായി അവതാരമെടുത്ത മഹാവിഷ്ണു ഭിക്ഷയായി 3 അടി മണ്ണ് ആവശ്യപ്പെട്ടത്? ആൻസർ വിശ്വജിത്ത് എന്ന യാഗം. ദശാവതാരങ്ങളിൽ മഹാവിഷ്ണുവിന്റെ എത്രാമത്തെ അവതാരമായിരുന്നു വാമനൻ? ആൻസർ 5ാമത്തെ. വിഷ്ണുവിന്റെ അവതാരമായ വാമനന്റെ അമ്മ ആരാണ്? ആൻസർ അതിഥി. വാമനന്റെ പിതാവ് ആരാണ്? ആൻസർ കശ്യപൻ. അപ്പൊ കൂട്ടുകാരെ, ഇതോടുകൂടി നമ്മുടെ വീഡിയോയുടെ അവസാനിച്ചിരിക്കുകയാണ്. ഇതിൽ നല്ല മറ്റൊരു കിട്ടിലും വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയായിട്ട് കൂട്ടുകാർ വെയിറ്റ് ചെയ്യുക. തുടർന്നുള്ള കിട്ടുകാഴ്ച വീഡിയോസ് കൂട്ടുകാർക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ടെക്സ് ആൻഡ് ഗിഫ്റ്റ്സ് യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ പോരട്ടോ, അതിന് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായ വീഡിയോസ് കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാ കൂട്ടുകാർക്കും ഓണാശംസകൾ നേരുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.